എടുക്കോ പക്ഷെ തുണി മാറ്റാൻ മാഷ് അസീസ നമ്മുടെ കുട്ടിയാ ധൈര്യമായിട്ടിരിക്കാം. അസീസ നീ പേടിക്കണ്ട, ഒരു ഗ്ലാസും കൂടെ കൊടുത്തു. ഞാനിത് കഴിക്കില്ല. നിർബന്ധിക്കണ്ട, 3 ആൾക്ക് തികയില്ല. ഇയാളെന്തിട്ട് ഈ കുഞ്ഞിങ്ങിച്ച് കളിക്കണം? പണ്ടാറ് എടുക്കണ്ടും. അതൊക്കെ പിന്നെ ഒന്ന് മുട്ടി വേണ്ട വേണ്ട വേണ്ട. കുഞ്ഞുണ്ണി ടീച്ചറുടെ ബ്ലൗസ് ഉണ്ടാകുന്നുണ്ടല്ലേ? അത് തയ്ച്ചാ? ഇല്ല. അതിന്റെ തുണി എങ്ങനെയുണ്ട്? വളരെ നൈസാ. മാഷ് വാങ്ങിച്ചു കൊടുത്ത തുണിയാ. അതിന്റെ കാശും മാഷ് തന്നെ എന്നോളൂ കേട്ടോ. മാഷ് ഇങ്ങനെ എത്ര കാലം നോക്കിയും കണ്ണു കാണിച്ചും ഇങ്ങനെ കഴിയും? ധൈര്യമായിട്ട് അങ്ങോട്ട് ചോദിക്കണം, കെട്ടാൻ പറ്റുമെന്ന്. കെട്ടിയ ഇതിന്റെ പുതുമ പോയില്ലേ? ഇതാ അതിന്റെ ഒരു രസം അല്ലേ? നിനക്കൊരു പെണ്ണ് കെട്ടണ്ടേ? കെട്ടണം. ഉമ്മ എപ്പോഴും പറയും നിക്കാന്റെ കാര്യം. ബാപ്പയെ പേടിച്ച് പെണ്ണ് കെട്ടാതിരുന്നാൽ പിന്നെ ദുഃഖിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. നോക്കണം. ഇവന് പറ്റിയതാരാ പക്ഷേ? ആ കാട്ടുമാക്ക മമ്മതിന്റെ മോളായാലോ? അത് വേണ്ട, അത് വേണ്ട. എന്താ? അവളെ ഇടയ്ക്കിടയ്ക്ക് കോയമ്പത്തൂർ പോയിട്ട് വരുന്നു. നമ്മുടെ അയ്മൂട്ടിയുടെ മോള് നബീസോ? അവളുടെ കല്യാണം കഴിഞ്ഞാലേ ആചാര്യ. ഓ, നമ്മുടെ പരീതിന്റെ മകള് സൈനബ ആയാലെന്താ? അവളുടെ നിക്കാതല്ലേ അടുത്ത ആഴ്ച. ഹൈദ്രോസിക്കാന്റെ മോൾ ആമിനെ എങ്ങനെ? എന്റെ അസീസ്, നീ ആള് കൊള്ളാലോടാ. എന്റെ അയലോക്ക നല്ല കുട്ടിയാ. നീ കണ്ടിട്ടില്ലല്ലോ. നിനക്ക് നല്ല ചേർച്ചയായിരിക്കും. കാണണോ? എങ്കിൽ എന്റെ വീട്ടിലേക്ക് വന്നാ മതി, ഞാൻ കാട്ടിത്തരാം. ഉള്ള വാപ്പാ മോര് ഹൈദ്രോസ്. എന്റെ അസീസേ, ആണ് ദേ കൈകൊണ്ടൊന്നും ഞൊടിച്ചാൽ പാതാളത്തിന് അടിയിലിരിക്കുന്ന പെണ്ണാണെങ്കിലും പുറത്തു വരും. നീ കേട്ടിട്ടുണ്ടോ? ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെപ്പോലെ മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൾ. ശ്രീരാമൻ വില്ലൊടിച്ചപ്പോ ഇടിവെട്ടിന്റെ ശബ്ദം കേട്ട പാമ്പുകളെ പോലെ രാജാക്കന്മാർ ഒന്ന് നടുങ്ങി. പക്ഷേ കുഞ്ഞാനി അല്ല സീത മയിൽപേട പോലെ നൃത്തം ചെയ്തു. വിളിക്കണത് ആണായിരിക്കണം. ഹൈദ്രോസിന്റെ മോളല്ല, അവളുടെ ഉമ്മൂമ്മ വരെ ഇറങ്ങി വരും. എടാ അസീസെ, നീ ഒരാണല്ലേ? അല്ലേ? അയ്യോ അസീസെ, നീ ആണല്ലേ? കെട്ടണോ നിനക്ക് ആമീനെ? ഉണ്ടോ നിന്റെ അടുത്ത് വില്ലു വല്ലതും? ഉണ്ടെങ്കിൽ എടുത്ത് കൊലക്കടാ. എന്തേ ശരിയല്ലേ? ഇതിനുണ്ടായിരുന്ന സാധനം എവിടെ? താൻ ഓവറാവണ്ടെന്ന് കരുതി ഞാനെടുത്ത് കുടിക്കാണ്. അവരുടെ പെരട്ട നഗരെ കുടിച്ചാ മതിയാക്കും കഷണ്ടി. നാടയില്ലെങ്കിലും പൊൻകുടമിന്ന് പൊന്നിൻകുടം സിന്ദൂരാരുണ വിഗ്രഹം ത്രിനയനം മാണിക്യമൗലീസ്ഫുരത്താരാനായകുശേഖരം ആശ്ചര്യകരങ്ങൾ രാവിലെ നാമം ജപിക്കാനും സമ്മതിക്കില്ല. ബുദ്ധിമുട്ടായി അല്ലേ? ബുദ്ധിമുട്ടായി. എന്താ രാവിലെ തന്നെ? ഇന്നലെ പറഞ്ഞ കാര്യം. ഏത് കാര്യം? ആമിനാണേ. ആമീന്? ഏതാമീന? ഹൈദ്രോസക്കാന്റെ മോള്. അതിവിടെയല്ല, നേരെ കിഴക്കോട്ട് പോയാൽ മതി, ആ തൊടിക്കപ്പുറം. അതല്ല, ഇന്നലല്ലേ പറഞ്ഞത് കാണണമെങ്കിൽ വന്നാ മതി എന്ന്. നിക്കാഹ്. ഈ ചെക്കൻ എന്തിന്റെ സൂക്കേടാ? ഇതിനപ്പം രാവിലെ ഉടുത്തിറങ്ങി പുറപ്പെട്ടത്. നിക്കാഹൊക്കെ കാരണവന്മാര് തീരുമാനിക്കും. അതാ അതിന്റെ സമ്പ്രദായം. ചെന്ന് വാപ്പയെടുത്ത് പറ. പിന്നെ ഇങ്ങോട്ട് വരണമെന്നില്ല, നേരെ അങ്ങോട്ട് പോയാൽ മതി. അപ്പൊ പറഞ്ഞ പോലെ ആവട്ടെ. ചെല്ലേ. ദൂരാരുണ വിഗ്രഹം ഇറങ്ങിയിട്ടാ ഞാൻ ഈ പണിക്ക് വന്നത്. എന്താ കുട്ടി പറയൂ? അല്ല, മിടുക്കി. വിപരീതമതം എല്ലാവരും പഠിച്ചു വന്നിട്ടുണ്ടല്ലോ. രാത്രി പകൽ. ഓ, എന്തൊരു ഓർമ്മ ശക്തിയാ എന്റെ അമ്മേ. ഒന്ന് പതുക്കെ പറ. ശരി, അവസാനിപ്പിക്കാം. അവസാനിപ്പിക്കാന്ന്. എന്നാ തുടങ്ങിക്കോ. ഒന്ന് നിർത്തുവോ? എഴുന്നേറ്റിരിക്കണ അവിടെ. എന്റെ ദൈവമേ, എനിക്ക് എവിടെ ചെന്നാലും
ഈ ഗതികേട് എന്നെ വരൂ. ഇന്നൊടി നല്ലത് മാഷേ, ഇതൊന്ന് വായിച്ചേ. എന്താ നിങ്ങൾക്കറിയില്ല വായിക്കാൻ? ഉറക്കെ വായിക്കുന്നു. ഇത് ഉറക്കെ വായിക്കാൻ പറ്റിയ കത്തല്ല. ഇതാർക്കെഴുതിയതാ? ആർക്കെഴുതാന്ന്? ഇത് അസീസ് ആമീനയ്ക്ക് എഴുതിയ കത്ത. അസലായിട്ടുണ്ട്. എന്താ മാഷ കത്തിൽ എഴുതിയിരിക്കുന്നത്? നീ ഒരു കാര്യം ചെയ്യ്, ഇതുകൊണ്ട് എന്നെയാണ് കൊല്ല്. പോടോ. എടാ മാഷക്ക് പ്രാന്ത് പിടിച്ചെന്നാ തോന്നണേ. മാഷക്കല്ല എന്റെ വാപ്പയ്ക്കട പ്രാന്ത്. ഇത് വലിയ ഗതികേടായല്ലോ എന്റെ കർത്താവേ. അപ്പൊ ഇതാണ് കുന്നത്തങ്ങാടി. ഇത് നമ്മളെ മലപ്പുറം ബസ് സ്റ്റാൻഡിന്റെ മൂത്രപ്പേരിന്റെ അത്രയല്ലേ ഉള്ളൂ. അയ്യോ, ഇവിടെ വലിയൊരു കൂറ്റുണ്ടെന്ന് കേട്ടല്ലോ. എന്താണ് എന്റെ പേര്? ഓന്റെ പേരെന്താണെന്നാണ് പറഞ്ഞ അസീസേ? മൂരി ഹൈദ്രോസ്. മൂരി എന്നുള്ള ഓന്റെ ബാപ്പാന്റെ പേരാണ്. നമ്മൾ എവിടെയെല്ലാം തല്ലുകൂടാൻ പോയിരിക്കുന്നത്. ഈ പന്നിന്റെ പേര് എവിടെയും കേട്ടിട്ടില്ലല്ല. എവിടാ മൂരി? ഓൻ എവിടെ? ഓൻ ഏതെങ്കിലും പശുവിന്റെ പുറകെ പോയിട്ടുണ്ടാവും. നിങ്ങളെ കാണുന്നതാ മജീദേ, നീ അത് പോയിട്ട് ആ പൊക്കിപ്പിടി. ഇത് നിങ്ങളാരും കണ്ടിട്ടുണ്ടാവില്ല. ഇതാണ് ചോര ജയിച്ച ഊർമി. മുട്ടത് അറിയാതെ കയ്യിൽ നിന്ന് പിടിവിട്ടു പോയതാ. ഏതായാലും 4 പേര് കാണണം നല്ലല്ലേ? ശരിക്കല്ലേ? ഞാൻ ആകെ ബേജാറായിരിക്കും. ഞാനും. അത് ആർക്കും മനസ്സിലായില്ല. അടവുകൾ പറയുന്നുണ്ട്. ഞാൻ മലപ്പുറം കത്തിങ്ങോട്ട് ഇത് മജീദേ, മജീദേ ഒന്ന് ആഘോഷിക്കല്ലേ? മജീദേ നോക്കല്ലേ? ആ കണ്ടോളേ അസീസ പിടിച്ചോ. എല്ലാത്തിനും തുറത്തും 100 ഉറുപ്പിയാണ്. 100 ഉറുപ്പിയ നമുക്ക് ചായ കൊടുത്ത് ശീലമില്ല, വാങ്ങിച്ചേ ശീലമുള്ളൂ. കുന്നത്തങ്ങാടിയാ. കുന്നത്തങ്ങാടിക്കാർക്ക് നമ്മുടെ വക ഫ്രീ. കുന്നത്തങ്ങാടിക്കാരുടെ ഫ്രീ ആയിട്ട് 10 പൈസ കൊടുക്കണം. എല്ലാം കൊടുക്കും. ആരും കൊണ്ടുപോ. നമ്മുടെ രാജ്യമാണ്. ഇന്നെല്ലാരും കൂടെ കഴിഞ്ഞിട്ട് വരെ അപ്പയും മലപ്പുറം മൊയ്തീന്റെ കളി കാണാൻ ഞങ്ങൾക്ക്. മഞ്ചേരി മജീദിന്റെ ഓല് പറഞ്ഞുണ്ട്. മജീദെ കുടിയും ഇവൻ ശരിക്കും മൂടി വന്നാണ് കേട്ടോ. ഒരാള് ചെറുതാണെങ്കിലും ഉള്ളിൽ കോളുണ്ടാവും. ഇങ്ങനെ വീഴ്ത്തിയ ഇങ്ങക്ക് തന്നെ എന്റെ നാണക്കേട്. ഇവിടെ തലയുയർത്തി നടക്കാൻ കഴിയൂല. ഞാൻ പിന്നിലുണ്ട്, നീ ധൈര്യമായിട്ട് നിന്നോ. നമ്മുടെ വേഷം കണ്ടിട്ട് ഓന് കുലുക്കൊന്നുമില്ലല്ലോ. ഓൻ ശരിക്ക് കളിച്ച് പിടിച്ചോനായിരിക്കും. നീ ഉറുങ്ങി പിടിച്ചിരിക്കണേ കണ്ടാത്തന്നോ മനസ്സിലാക്കുന്ന എനക്കൊന്നും അറിയില്ലാന്ന്. ഓന്റെ ഉറുമി കണ്ട അതൊന്ന് വീശിയാ മതി. 10-25 പേരെങ്കിലും മയ്യത്താവും. ഇപ്പൊ മുണ്ടാണ്ടിരിക്കുന്നതാണ് ബുദ്ധി. ഞാൻ എപ്പോഴേ പറഞ്ഞതാ ഇതൊന്നും വേണ്ടാന്ന്. പഠിച്ചോ, നിന്നിപ്പോ എന്താ ചെയ്യാ? ഇക്കുമത്തിൽ മടങ്ങാനൊക്കെ പറ്റുമോ?
ഹൈഡ്രോസെ പറയണത് കേക്ക്, വെറുതെ പോലീസും കൂട്ടും ആക്കണ്ട. അല്ല ഗുരുക്കന്മാരെ, നിങ്ങൾ അഭ്യാസികളാ, മുറ അറിയുന്നവരാ. അപ്പോ നിങ്ങൾക്കാണ് ക്ഷമ വേണ്ടിയത്. ആ ഇങ്ങക്ക് വിവരമുള്ളതുകൊണ്ട് അങ്ങനെ തോന്നി. പക്ഷെ ഈ മൂരിക്കാൻ അറിയാം. ചീത്താടാ മൂരി. അനക്കറിയോ നമ്മൾ ആരാന്ന്? എടാ മലപ്പുറം പോയി കേട്ടിട്ടുണ്ടോ? മഞ്ചേരി മജീദിനെ. നമ്മൾ അവിടെയൊക്കെ വന്നിട്ടുണ്ട്, തല്ലും കൂടിയിട്ടുണ്ട്. കള്ള സുബറോണ്. നിങ്ങൾക്ക് ഹൈദ്രോസിനെ അറിയില്ല. ഒന്ന് പിടിച്ച് മാറ്റി മാഷെ. ഒന്ന് പോരാ കള്ളച്ചക്കൻ. ഇത് കുറെ നേരം തുടങ്ങിയിട്ട്. കോഴിക്കോട് വീരാങ്കൂട്ടിനെ കേട്ടിട്ടുണ്ടോ? പറയണ പങ്കുല്ലാശാനെ കേട്ടിട്ടുണ്ടോ? അവരൊക്കെ കുത്തി മത്സ്യമാണ് ഈ മൊയ്തീൻ. ചേട്ടാ ഇന്റെ ഈ മലപ്പുറം കത്തി എന്തിനാണെന്നറിയോ? അന്റെ കത്തിന്റെ അരി അടക്ക ചെണ്ടാനുള്ളതല്ല. നീ കണ്ടിട്ടുണ്ടോ ഉറുമി? വലുതേ കാണിച്ചോടാ. ചെല്. സകല ഗുരുശേഖന്മാരെ ആദ്യം അഖിലാണ്ട കടകൻ കുതിച്ചു മാറി ഇതൊരാഴ്ച നിദ്രക്കടകൻ, ഉറങ്ങുന്ന പ്രതിയോഗി, സുഷുപ്തി, ഉറക്കം, ആഞ്ഞൊന്ന് കുത്തി ആ തലത്ത് വിരിഞ്ഞു മാറി പെട്ടെന്ന് തടുത്ത് എഴുത്ത് വീണ്ടും ഒക്കെ ഇങ്ങനെ കുട്ടിക്കരണം പറഞ്ഞൊന്ന് ഹൈദ്രോസിനെ പേടിപ്പിക്കണ്ട. നായിന്റെ മോനെ ഈ ചിരിക്കണ്ട. എന്റെ മോളെന്താ ദുനാവിന് വേണ്ട സുന്ദരിയാ? പോക്ക് കത്തോടുക്കുന്നതിനൊക്കെ ഇക്കൊല്ലോ എന്നെ കൊന്നാണ്. ഇവനാണ് എന്റെ മോളെ കെട്ടാൻ പോണേ. ആർക്കെങ്കിലും പിടിച്ചു മാറ്റാതോ? ഇങ്ങനെ നറുറോട്ടിൽ വെച്ച് തല്ലി ഭരിച്ച ആർക്കാ ചെയ്തം? നിങ്ങൾക്ക് ഭാര്യയും കുട്ടികളില്ലേ? ഏതായാലും തൽക്കാലം നിങ്ങളൊന്ന് പോ. പ്ലീസ്, പ്രശ്നം ഉണ്ടാക്കരുത്. എല്ലാരും ഒന്ന് പോവിൻ. എല്ലാരും പോവാനല്ലേ ഈ മലപ്പുറം മൊയ്തീൻ ഒരു കൃത്യം ചെയ്യാന്ന് പറഞ്ഞാ അത് ചെയ്തിരിക്കും. ഈ ചെമിക്ക് ഏറിയ ഒരാഴ്ച. അത് കഴിഞ്ഞാലോ? അത് അന്നേരം ആലോചിക്കാം. ആ അസീസെ, ഇത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. ഇത് എവിടുന്ന് വേങ്ങി? ഹോട്ടലിൽ നിന്നാ. ഈ ഇങ്ങനെ ബുദ്ധിമുട്ടണ ദിവസം ഓരോ കോയിനെ വാങ്ങി തന്നാ പോരെ നമുക്ക്? ശരി, അത് പറയാൻ വിട്ടുപോയി. ഇവ നല്ല അസലായിട്ട് വെക്കും. നമ്മള് മഞ്ചേരി മദീന ഹോട്ടലിലെ മെയിൻ കുക്കറല്ലേ ഇതോ? അത് വരെ സൈഡ് ബിസിനസ്. മെയിൻ ഈ കളയും കുസ്തി ഉറപ്പിക്കലായിരുന്നു. ഒരാളോട് ഒരു സംഗതി പറയുമ്പോ അത് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കണം. അല്ല, അസീസ് കേൾക്കണം. മഞ്ചേരിയിൽ പണ്ടൊരു കുടിയഴിപ്പിക്കലിന് പോയിന് ഞാൻ. അന്ന് എനിക്ക് സ്ഥിരമായിട്ട് സ്പെഷ്യൽ ഭക്ഷണം ഈ മദീന ഹോട്ടലിനാണ്. നല്ല അസല് ഭക്ഷണം. ഞാനിവനെ പൊന്തിച്ചു വരല്ലോ. നല്ല അസല് കുക്കറാ. അതാണ് ഞാൻ ഇവനെങ്ങനെ ശിഷ്യനായിട്ട് കൊണ്ടെടുക്കണേ. ആ നന്ദി ഇവനുണ്ട് കേട്ടോ. ഈ മൊയ്തീനിക്കാന്റെ ഓരോ തമാശകള് ഇങ്ങനെ പോലെ കെട്ടുകഥ ഉണ്ടാക്കാൻ ഇത്ര വിദഗ്ധം മലപ്പുറം ജില്ലയിൽ വേറെ ഇല്ല. അതില്ല ഉപ്പിങ്ങിർത്തുന്ന ലോഹ്യമൊക്കെ ലോഹ്യം. മറ്റുള്ളവരുടെ മുമ്പ് ചിന്ന കൊച്ചാക്കാൻ നോക്കേണ്ടല്ല. അത് തന്നെ ഞാനും പറഞ്ഞത്. ഞാനെന്താ മലപ്പുറം ജില്ലയിൽ വലിയ കെട്ടുകഥ ഉണ്ടാക്കുന്ന ആളാ? എനിക്കതാ പണി. പിന്നെ ഞാൻ കുക്കാണെന്ന് ഓനോട് പറയേണ്ട വല്ല കാര്യമുണ്ടോ? അതെ, തമ്മിൽ ചെളിവാരി അറിയരുത്. എടപ്പാള് ഒരു തമ്പുരാട്ടിയുടെ ദേഹത്ത് ജിന്നാണെന്നും പറഞ്ഞ് നിങ്ങളൊരു കള്ള മന്ത്രവാദിയായിട്ട് പോയിട്ട് നാട്ടുകാരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചത് ഞാനിവിടെ വിളിച്ചു പോയൊന്നുമില്ലല്ലോ. അപ്പൊ നമ്മളെ എന്താ? അല്ല, ഈ എടപ്പാള് ഭാഗത്ത് എനിക്ക് പോലീസിൽ വലിയ ഹാൻഡാ. അതിപ്പോ ഇവിടെ വിളിച്ചു വല്ല കാര്യമായിട്ടുണ്ടോ? ആ അസീസേ, പിന്നെ നല്ല ചെറുതാരം കിട്ടുമല്ലോ ഇവിടെ. ഒന്ന് നിർത്താൻ. എടാ പന്നി, കുറിക്കമ്പനി നടത്തി പാവപ്പെട്ട ആളുകളെ പൈസ പറ്റിച്ച് മുങ്ങി നടന്നിട്ട് അവസാനം അവരെ പിടിയിലായി അടിയും കിട്ടി ജയിലിൽ പോയത് ഞാനല്ല കേട്ടോ. എത്ര കിടന്ന് 6 മാസം, ഒരു കൊല്ലോ. കാര്യം എന്തായാലും ഞാൻ ജയിലിൽ പോയിട്ടില്ല. മൊയ്തീനെ, നമ്മളിവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തൂക്കം നോക്കാൻ വന്നതല്ല. അല്ലല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത് പോണത് വരെ നല്ല മട്ടത്തിൽ ഇവരെ കയ്യാന്ന്. ഏതോ മലപ്പുറം ബസ് സ്റ്റാൻഡിൽ വെച്ച് അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ ഈ പാവ അസീസ് ഇരിക്കുന്ന കണ്ടപ്പോ നീയോ ഞാനോ വിചാരിച്ചിക്കണോ നമുക്ക് ഇത്ര വലിയൊരു എരനെ കിട്ടുന്നു? ഇല്ലല്ലോ. അപ്പൊ അതാണ് പറഞ്ഞത്, ഇതൊക്കെ അള്ളാഹുവിന്റെ ഓരോ കുതിർത്താണ്.
വെറുതെ ഉടക്കിയാല് വെറുതെ ഉടക്കാ ഞാൻ ആ മൂരി ഇബ്രാഹിമിനെ കുത്തി മലർത്തും. ഇബ്രാഹിം അല്ല, ഹൈദ്രോസ്. ആ ഇവൻ ചൂടായാലും ഇങ്ങനെ ആളെ പേരും തെറ്റും കുത്തി മലത്തും ചെയ്യും. നോക്കട്ടെ. നിങ്ങൾ കുറച്ചുകൂടെ ക്ഷമിക്ക്. ഓൻ നിങ്ങളോട് മുട്ടാൻ ധൈര്യമൊന്നുമില്ല. അല്ലെങ്കിൽ ഇത്രയും ദിവസം മുണ്ടാണ്ടിരിക്കോ? ഓന് നഷ്ടമൊന്നുമില്ല ഹൈദ്രോസക്ക. അങ്ങാടി കൂടെ തലയുറച്ച് നടക്കാൻ കഴിയണ്ടേ? മലപ്പുറം മൊയ്തീന്റെ ബീര്യം കിട്ട മതിയായി. ആരാ എന്നോട് പറഞ്ഞത്? ഈ ആ നായരുടെ ചായപ്പീടി കയറി നോക്ക്. ഓരോരുത്തരുടെ ഭർത്താവിനെ കേൾക്കുമ്പോ അറിയാം. ഹൈദ്രോസ്ഖാന്റെ പേര് കേൾക്കുമ്പോ ബെരക്കണോരിപ്പോ ആ ബോർഡാണ് നമുക്ക് നടക്കണം. ബോർഡല്ല, ഓന്റെ പീടിയെ നമ്മൾ തകർക്കും. ഓൻ കുന്നത്തങ്ങാടിയും ജീവനോടെ പോവില്ല. ഹൈദ്രോസേ, ഇതൊന്നും അത്ര നല്ലതല്ല കേട്ടോ. ആ അസീസ് നിങ്ങളുടെ കുടിയിൽ നിന്ന് ഇറങ്ങിപ്പോ ഞാൻ കണ്ടു. പറഞ്ഞില്ലെന്ന് വേണ്ട, നമ്മളൊക്കെ നാട്ടുകാരാ. അങ്ങാടിയിൽ നിന്ന് അവൻ ഇപ്പോഴും വീമ്പിളക്കുന്നുണ്ട് നിങ്ങളുടെ മോളെ കെട്ടുവെന്ന്. പണ്ടാരടങ്ങുന്ന ആരാണ് ഈ നേരത്തെ? എന്താണ്ടി രണ്ടിനും കൂടി കെട്ടിയെടുത്തും കൂടെ കൊണ്ടുവന്നിക്കണ്? ബാപ്പ നിങ്ങൾക്ക് തീരെ സുഖമില്ല. അന്റെ ഉമ്മക്ക് എന്നാണ്ടി സുഖമായിട്ടുള്ളത്? അന്നെ പെട്ടെന്ന് തുടങ്ങിയല്ലേ പണ്ടാരടക്കണെങ്കിൽ ബലിക്കല്?